ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കാച്ചിൽ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കില്ല. അപ്പോൾ നമ്മളിത് 4 പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കണം. മണ്ണും അതുപോലെ തന്നെ വേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കഴുകി എടുത്തിട്ട് വേണം നമുക്കിത് പീസുകളാക്കി എടുക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ പീസുകളാക്കിയതിന് ശേഷം കഴുകിയെടുത്തിട്ട് അതിന് നല്ല കൊഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ വഴുവഴുപ്പ് കാരണം വൃത്തിയായി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ പീസുകളാക്കി എടുത്താൽ മതി. ഇവിടെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനമായതുകൊണ്ട് കലങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്, ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വലിപ്പമുള്ള പീസുകളാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കാച്ചിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് ലൂസായിട്ടുള്ള കറിയായത് കാരണം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കറിയിൽ പെട്ടെന്നൊന്നും വെള്ളം അധികം ആവില്ല കേട്ടോ. കാരണം ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉടഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തണുത്ത് കഴിഞ്ഞാൽ കട്ടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഏറുന്ന പേടിയില്ല. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉപ്പൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്തിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. 4 പച്ചമുളകും 3 ചെറിയ ഉള്ളിയും അല്പം കറിവേപ്പിലയും 1 കപ്പ് തേങ്ങ ചിരവിയതും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിലില്ല, അതും കൂടെ ചേർത്തതിന് ശേഷമാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കവുത്തുണ്ട് നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ കാച്ചിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാച്ചിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി വെറുതെ ഉപ്പിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ല. അപ്പോൾ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബായ്.